ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ തുടങ്ങാല്ലേ. നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ആന്ധ്രയിലേക്കാണ്. ആന്ധ്രയിലെ പുട്ടപർത്തിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു. നല്ല ഭംഗിയില്ലേ കാണാൻ, പ്ലാസ്റ്റിക് ഒക്കെ വെച്ചത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഞാനൊരു വ്ലോഗ് എടുക്കാന്ന് പറഞ്ഞ സമയത്ത് അവന് ഒരു എക്സ്പ്രഷൻ ഇട്ട് ഗൈസ്, കണ്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീൻ്റെ ഒപ്പരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രെയിനിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് സീറ്റൊന്നുമില്ല, നമ്മൾ നിലത്തിരുന്നിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ളില്ല, നമ്മൾ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് വരെയുള്ള നോക്കാം കേട്ടോ. അടിപൊളി കാഴ്ചകളൊക്കെ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേഷനിൽ സായിബാബൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അവിടെ ഒരു ഉണ്ടോ. സ്റ്റേഷനൊക്കെ എന്ത് ഭംഗി കാണാൻ, നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് സ്ഥലമൊക്കെ. അപ്പോൾ നമ്മൾ 2 ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ട്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ 2 ഓട്ടോ ആയിട്ട് പോയി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം ആണ്, അപ്പോൾ അല്ലെങ്കിൽ കാണിച്ചു തന്നു. ഇതാണ് അവർ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ എന്താ ഒരു പ്രത്യേക ഭംഗിയില്ലേ, കളർ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട്. പിന്നെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, ഓരോന്നിലും ഓരോ വ്യത്യാസം കാണാൻ പറ്റി. എന്തായാലും എനിക്കൊരു ഫസ്റ്റ് ഒരു വെറൈറ്റി അനുഭവമായിരുന്നു കേട്ടോ അവിടെ പോയത്. ഇങ്ങനെ ഫസ്റ്റ് നമ്മൾ കയറിയത് ഇതാണ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. അവിടെ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ആ സമയത്ത് കയറാൻ പറ്റിയില്ല. ഇനി ഈ ഒരു സ്ഥലത്ത് കൂടെ നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഉണ്ടോ, ഫോട്ടോ എടുക്കുന്നത് ഏട്ടനാട്ടോ. എന്താ ഫോട്ടോ എടുക്കൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പം കാണുന്നത്, പുട്ടപ്പുറത്തിൻ്റെ ഉള്ളിലത്തെ. അപ്പം രാവിലെ നമ്മൾ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ചുമ്മാ നമ്മുടെ ജസ്റ്റ് ചെറിയ പർച്ചേസിങ് ആണ്. അവിടെ ചീപ്പ് റേറ്റിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. എന്താ പറയുക, സാരീസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചീപ്പ് റേറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ നടന്നു. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ലേക്ക്. അപ്പോൾ അവിടെ കുറേ പേര് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഫുൾ ഒന്ന് നോക്കി. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ട്, നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല. ഒക്കെ ചുമ്മാ നമ്മളൊന്ന് നോക്കി നിൽക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് നടന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പം ഇങ്ങനൊരു സംഭവം കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി ഒരു പേപ്പറിൽ വെക്കണം എന്ന് പറയാറുണ്ട്, സാധിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്, പോയവർക്കറിയാം. കുറേ സ്റ്റെപ്പ് കയറുമ്പോൾ അവർ നമുക്ക് എഴുതാനുള്ള പെന്നും ഒരു പേപ്പറൊക്കെ തരും. അപ്പോൾ അവിടെ സൈഡിൽ കുറേ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ എഴുതിയിട്ട് വെക്കേണ്ടത്. അപ്പോൾ കൂടെ വന്നിട്ട് ചേച്ചിയൊക്കെ ഓടിക്കയറുകയാണ്, ക്ഷീണിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും തന്നെ ആഗ്രഹങ്ങൾ എഴുതി അവിടെ ചെടീൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് വെച്ചിട്ട് കണ്ടിട്ടോ. പിന്നെ ഈ പാറേൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എസ്സേ പോലെ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ എഴുതി ഒരു എസ്സേ പോലെ നമ്മൾ അത്രയും വിശ്വസിച്ച് അങ്ങനെ എഴുതിയിട്ട് നമ്മൾ അവിടെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് സത്യസായിബാബയുടെ ഫോട്ടോന് താഴെ നമ്മൾ എഴുതിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ച് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വന്നിട്ട് അവരുടെ മ്യൂസിയം കണ്ടിട്ടുണ്ട്. ഉള്ളിലൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവിടുത്തെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്, പോയി തന്നെ കാണുക കേട്ടോ. പിന്നെ നമ്മൾ കയറാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് സ്ഥലങ്ങളിൽ. ഇവിടെയൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല കാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നല്ല ഭംഗിയിൽ ഒരുക്കിടച്ചൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് നേരത്തെ തിരിച്ച് പോരേണ്ടതുകൊണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ ഗൈസ്. തിരിച്ചും ട്രെയിനിലായിരുന്നു, നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പിന്നെ കാണാം, ബൈ.